അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനമുള്ള മജ്ലിസുൽ ഖുർആൻ സഹോദരി സഹോദരങ്ങളെ, 23-ാം അധ്യായം സൂറത്തു അൽ മുഅ്മിനൂനിലെ 6-ാമത്തെ ക്ലാസ്സിലാണ് ഇന്ന് നമ്മൾ. ഏതാണ്ട് 10 വിഷയങ്ങളിലായി നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ള ഈ പാഠഭാഗത്തിലെ 3 വിഷയങ്ങൾ കഴിഞ്ഞു. 4-ാമത്തെ വിഷയത്തിലാണ് കഴിഞ്ഞ ക്ലാസ്സിൽ 23 മുതൽ 26 വരെയുള്ള വചനങ്ങളിലായി നമ്മൾ പറഞ്ഞത്, അല്ലേ? നൂഹ് നബിയുടെ സമൂഹം നൂഹ് നബിയുടെ സമൂഹം, നൂഹ് നബിയുടെ ദഅവത്ത്, അവരുടെ നിഷേധം, അവർക്ക് ഉണ്ടായ ആഖിബത്ത്, ഇത്രയും കാര്യങ്ങളാണ് 23 മുതൽ 30 വരെയുള്ള വചനങ്ങളിൽ ഓർമ്മപ്പെടുത്തിയത്. അതിലൊരു പാർട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ അതിലെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഉള്ള ഭാഗം, റബ്ബി അൻസുർനി, റബ്ബേ എന്നെ നീ സഹായിക്കണമേ, ഇവരെന്നെ വ്യാജമാക്കുകയാണ്, നാളുകളേറെയായി, കാലങ്ങളേറെയായി എന്ന വിഷമം ഉള്ളിലുള്ള അവസ്ഥയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ആ പ്രാർത്ഥനയ്ക്കുത്തരമായി അദ്ദേഹത്തെ സഹായിക്കുകയും ധിക്കാരികളായ നിഷേധികളായ സമൂഹത്തിന് ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ നൽകപ്പെടുകയും ചെയ്യുന്ന വിഷയത്തെയാണ് സൂചിപ്പിക്കുന്നത്. പലപ്പോഴും പലരും പരിഹസിക്കാറുള്ള കാര്യം ഇതാണ്. ഖുർആൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, എവിടെയാ ശിക്ഷ, എന്നാ അതൊന്ന് കാണട്ടെ. ആ പറയുന്ന സമയത്ത് ശിക്ഷ വന്നുകൊള്ളണമെന്നില്ലല്ലോ. ഇപ്പോഴും അങ്ങനെയാണ് പലരും പറയാറുള്ളത്. ധിക്കാരികളായ തെറ്റ് ചെയ്യുന്ന ആളെ, ആദ്യത്തെ ആളെ തന്നെ അങ്ങ് ശിക്ഷിച്ചാൽ പോരെ ദുനിയാവെന്ന്, എന്നാൽ പിന്നെ ആരോ ആ തെറ്റ് ചെയ്യോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ തീർത്ത് കളയാനുള്ളതായിട്ട് ഈ ദുനിയാവിനെ കാണാം. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് പാരായണത്തിലേക്ക് കിടക്കാം. ഫൗഹൈന, വലഖദ് അർസൽനാ നൂഹൻ മുതൽ തുടങ്ങിയിട്ട് അതിലേക്ക് പോവാം. കഴിഞ്ഞ ക്ലാസ്സിൽ 23 മുതൽ കേട്ടോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولقد أرسلنا نوحا إلى قومه فقال يا قوم اعبدوا الله ما لكم من إله غيره أفلا تتقون. فقال الملأ الذين كفروا من قومه ما هذا إلا بشر مثلكم يريد أن يتفضل عليكم ولو شاء الله لأنزل ملائكة ما سمعنا بهذا في آبائنا الأولين إن هو إلا رجل به جنة فتربصوا به حتى حين. قال رب انصرني بما كذبون.
ബാക്കിയുള്ള ഭാഗം പുതിയത് ശ്രദ്ധിച്ചു കേൾക്കുക. فأوحينا إليه أن اصنع الفلك بأعيننا ووحينا فإذا جاء أمرنا وفارت النور فاسلك فيها من كل زوجين اثنين وأهلك إلا من سبق عليه القول منهم ولا تخاطبني في الذين ظلموا إنهم مغرقون. فإذا استويت أنت ومن معك على الفلك فقل الحمد لله الذي نجانا من القوم الظالمين وقل رب أنزلني منزلا مباركا وأنت خير المنزلين. إن في ذلك لآيات وإن كنا لمبتلين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأوحينا إليه أن اصنع الفلك فأوحينا إليه أن اصنع الفلك بأعيننا ووحينا فأوحينا إليه أن اصنع الفلك بأعيننا ووحينا فإذا جاء أمرنا وفارت النور فإذا جاء أمرنا وفارت النور فاسلك فيها من كل زوجين اثنين കുല്ലിൻ എന്നുണ്ട് കേട്ടോ, കുല്ലി എന്നല്ല, മീൻ കുല്ലി സൗജൈനി അല്ല, കുല്ലിൻ എന്നുണ്ട്. അത് നമ്മളവിടെ മണിച്ചിട്ട് കുല്ലിൻ സൗജൈനി എന്ന് പറയണം. മീൻ കുല്ലിൻ സൗജൈനി ഇസ്നൈനി وأهلك إلا من سبق عليه القول منهم
ولا تخاطبني في الذين ظلموا ولا تخاطب في نقول ولا تخاطبني في الذين ظلموا إنهم مغرقون. ഒന്നുകൂടെ ആയത്ത് മുഴുവനായിട്ട് ഓതൂ. ഓതിക്കോളൂ. ഓക്കെ, ശരി. ഫഔഹൈന ഇലൈഹി പറയൂ. ഫഔഹൈന എന്ന് പറഞ്ഞാൽ ഏതാ വാക്ക്? വഹി. വഹി. ഔഹൈന ഇലൈഹി. അപ്പോൾ നാം അദ്ദേഹത്തിന് ഔഹൈന വഹി നൽകുകയായി. ഫഔഹൈന ഇലൈഹി എന്തിന്? അനിസ്നഇൽ ഫുൽക്. നിർമ്മിക്കുക, ഉണ്ടാക്കുക. അനിസ്നഇൽ ഫുൽക, ഒരു ഫുൽക്ക്, ഒരു ഷിപ്പ് ഉണ്ടാക്കാൻ, ഒരു കപ്പലുണ്ടാക്കാൻ, അല്ലെങ്കിൽ ഒരു വെള്ളത്തിലൂടെ യാത്ര ചെയ്യാനുള്ള എന്താ പറയാ? അത് പറയല്ലേ. ഏതായാലും വെള്ളത്തിലൂടെ യാത്ര ചെയ്യാൻ, അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങിപ്പോകാതിരിക്കാൻ പറ്റും വിധത്തിലുള്ള ആവശ്യമായ ഒരു ജലഗതാഗത അല്ലെങ്കിൽ ജലവാഹന ഫുൽക്ക്, ഒരു കപ്പൽ ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. സന എന്നുള്ളതിൻ്റെ കൽപ്പന അമ്രാണ്. നിർമ്മിക്കൂ. فأوحينا إليه أن يصنع الفلك. الله سبحانه وتعالى أوحى إلى نوح عليه السلام أن يصنع الفلك. അല്ലണ്ടോ? അതുണ്ടാവാം, അതൊന്നും ഇവിടെ പറയുന്നില്ല. നൂഹ് നബിയോ പിന്നെ ഈ ആദർശവുമായി ബന്ധപ്പെട്ട് ദഅവത്തിന്റെ കൂടെ തന്നെ ഒരുപാട് ആൾക്കാരൊന്നുമില്ല, വളരെ കുറഞ്ഞ ആൾക്കാരാണുള്ളത്. എല്ലാവരും അന്നേരം നൂഹ് നബിന്റെ ചുറ്റുവട്ടത്തുണ്ടോ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയോ, പറഞ്ഞ് ആയിക്കോട്ടെ എന്നാ വേഗം ഉണ്ടാക്കിക്കോ, അങ്ങനെ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. അങ്ങനെ ആരെയോ കൂട്ടി, വല്ലാഹു ആലം. ഏതായിരുന്നാലും ആദ്യമായി കപ്പൽ ഉണ്ടാക്കിയ ആളാരാ? നൂഹ് നബി തന്നെ. അപ്പൊ നൂഹ് നബിനോട് തന്നെയാണ് കൽപ്പന. ഇസ്ന എന്ന ഏകവചന പ്രയോഗമാണ്. പ്രാർത്ഥിച്ച് നിൽക്കുന്ന സാഹചര്യം നൂഹ് നബിന്റെ മുമ്പിലാണ്. നൂഹ് നബിയാണ് റബ്ബി ഇൻസൂർനീ ബിമാ കദ്ദബൂൻ. അവിടെ എന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച്. കാരണം എന്ത് ചെയ്യാനില്ല, ഈ അനുഭാവം പ്രകടിപ്പിക്കുന്ന ആളുകൾ വളരെ കുറവ്. അപ്പോൾ സ്വാഭാവികമായി റബ്ബെ ഇതിൽ നിന്നൊന്ന് കാക്കണേ, രക്ഷപ്പെടുത്തണേ എന്നാ തന്നെ എല്ലാവരും ഉണ്ടാവും. എന്നാലും അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഓക്കെ ശരി, ഇസ്നഇൽ ഫുൽക, നീ എന്ത് ചെയ്തോ, ഒരു കപ്പലുണ്ടാക്കി. വേറെ ആരെയും കൂട്ടണ്ടാവുമെന്ന് എന്തായാലും പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് നമുക്കതിൽ അത്ര അധികം അങ്ങോട്ട് പോവേണ്ടി വരില്ല. അൻ ഇസ്നഇൽ ഫുൽക, ഏതായാലും എന്താക്കിക്കോ. 19 ആൾക്കാരെ കൂട്ടിയാണല്ലോ പോയത്. കുറച്ച് ആൾക്കാരുണ്ടല്ലോ എന്തായാലും. അൻ ഇസ്നഇൽ ഫുൽക, ആരൊക്കെ ഉള്ളത്?
ഇന്ന് ഉണ്ടാക്കാൻ പറഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കാൻ എങ്ങനെയാണ്. പക്ഷെ ഇതിപ്പോൾ യൂട്യൂബ് അല്ല ഉള്ളത്, അള്ള പറയണ മൈ ട്യൂബാണ് ഉള്ളതെന്നാണ്. ബി അഴുനീന എന്നാ പറഞ്ഞത്. ബി അഴുനീന, എൻ്റെ നോട്ടത്തിൽ, അതെ എൻ്റെ നോട്ടത്തിൽ, മേൽനോട്ടത്തിൽ. അനിസ്ലഅൽ ഫുൽക ബി അഴുനീന. ഐന് അയുന്, ബി അയുനിന, എൻ്റെ പറയും, അതെ നമ്മുടെ മേൽനോട്ടത്തില്. വവഹ്യിന, വവഹ്യിന, വഹി പ്രകാരവും നമ്മൾ നൽകുന്ന വഹി അനുസരിച്ച് നിങ്ങൾ നിർമ്മിച്ചു കൊള്ളുക. എന്തെങ്കിലും പ്രശ്നങ്ങളുടെ അപ്പം തന്നെ തിരുത്തി പറഞ്ഞു കൊടുക്കൂലേ, എങ്ങനെ ഉണ്ടാക്കണമെന്ന് കൃത്യമായി നൂഹ് നബിക്ക് ബോധനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. നൂഹ് നബി അതനുസരിച്ച് ഉണ്ടാക്കുക, ഒരു പേടി പേടിക്കേണ്ടിയില്ല. കാരണം സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം പ്ലാനിങ് ഒന്നുമല്ല. എന്താണ്? അതെ 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 റബ്ബ് പറഞ്ഞു കൊടുക്കുന്ന പോലെ ഉണ്ടാക്കണം. فأوحينا إليه أن اصنع الفلك بأعيننا ووحينا. അങ്ങനെ ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കിയിട്ട് അതെ 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 فإذا جاء أمرنا, എന്നിട്ട് എന്ത് ചെയ്യണം? അങ്ങനെ നമ്മുടെ കൽപ്പന വരും, വന്നാൽ. فإذا جاء أمرنا, നമ്മുടെ കൽപ്പന വന്നുവെന്നാൽ. وفارت النور, وفارت النور, എന്താവുകയും ചെയ്താൽ? അടുപ്പിൽ നിന്ന് ഫാറ. ഫാറ എന്ന് പറഞ്ഞാൽ കവിഞ്ഞൊഴുകുക എന്നൊക്കെ അർത്ഥം. കവിഞ്ഞൊഴുകുക, കിളറുക, വമിക്കുക എന്നൊക്കെ അർത്ഥം. ഫൗറൻ, ഫൗറ എന്നൊക്കെ പറയാണ് ഫാറ. അപ്പോ അള്ളാഹുവിൻ്റെ കൽപ്പന, നമ്മുടെ കൽപ്പന വരികയാണ്. അതെ, മഴ വരാനുള്ള കൽപ്പന വരുന്നു, മഴ വരികയാണ്. അങ്ങനെ നിങ്ങൾക്ക് അടയാളമായി എന്ത് തോന്നുന്നു? മൊത്തം വെള്ളം ഇങ്ങനെ പൊങ്ങുകയാണ്, വെള്ളം ഇങ്ങനെ പെയ്യാണ്. അങ്ങനൊരു അവസ്ഥ വന്നാൽ പിന്നെന്ത് ചെയ്തോ? ഫാറത്തന്നൂറു, അടുപ്പിൽ നിന്നും അതല്ലെങ്കിൽ ഉറവ പൊട്ടി പൊങ്ങുന്ന അവസരം കാണും. അങ്ങനെ സംഭവിച്ചാൽ ഇതാന്ന് പറഞ്ഞ ആയാൽ ഫസ്ലുക് ഫീഹാ, ഫസ്ലുക് ഫീഹാ, അതില് സലക്ക യസ്ലുകു, പ്രവേശിപ്പിക്കുക. ഫസ്ലുക്, പ്രവേശിപ്പിക്കുക, അതിൽ കയറ്റുക. ഫീഹ, ഫിൽ ഫുൽക്ക്, ആ വാഹനത്തിൽ പ്രവേശിപ്പിക്കുക. ഫസ്ലുക് ഫീഹ മിൻ കുല്ലിൻ, എല്ലാറ്റിൽ നിന്നും. സൗജൈനി ഇസ്നൈനി, ആ ഇണകളെ, ഈ രണ്ട് ഇണതുണകളെ ആയിട്ട് നിങ്ങൾ ആറ്റിൽ നിന്നും ഈ രണ്ട് ഇണതുണകളെ അതിനകത്ത് പ്രവേശിപ്പിക്കുകയും അതിൽ കയറ്റുകയും ചെയ്യുക. അഹ്ലക, നിങ്ങളെ കുടുംബത്തിലുള്ളവർ എന്ന് പറഞ്ഞാൽ വേറെ ആർക്കോ വന്ന് കയറട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അടക്കി എൻ്റെ കുടുംബക്കാർ കയറിയില്ല എന്ന് പറയുന്ന കുടുംബക്കാരാണോ? അക്കുടുംബക്കാരാണോ? അല്ലേ? ഏതൊരു മനുഷ്യനും ഉണ്ടാവൂലേ അങ്ങനെ ആ വിഷമം ഉണ്ടാവൂലേ? അതാർക്കും ഉണ്ടായി, അതാർക്കും ഉണ്ടായി, നൂനബിക്കുണ്ടായി അങ്ങനെ വിഷമോ. ഈ അഹ്ല് നിന്ന ചോരെ പിറന്ന മക്കള് എന്നുള്ള നിനക്ക് മാത്രം വിചാരിച്ചു പോകുമ്പോൾ അങ്ങനെയാണല്ലോ നമ്മളൊക്കെ കരുതുന്നത്. അതെ, അപ്പൊ അതിനെക്കുറിച്ച് അവസാനം പറയുന്നുണ്ട്, ഈ സൂറത്തിൽ തന്നെ പറയണം. അവിടെ എത്തുമ്പോൾ ഒന്നുകൂടി കാണാം. അതെ 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 ഇവിടെ ഉദ്ദേശിച്ച അഹ്ല് എന്ന് പറഞ്ഞാൽ ഈ ആദർശത്തിലെ അഹ്ലാണ്. അത് നിന്റെ അഹ്ലിൽ പെട്ടതല്ല എന്ന് പറയുന്നുണ്ട്. അതെ, അഹ്ല് എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥമുണ്ട്. ഒരു നാട്ടിലെ മുഴുവൻ ആൾക്കാരെ അഹ്ല് എന്ന് പറയും.
ഈ മഹലിൻ്റെ അഹലാണ് അഹല്. പിന്നെ അതേപോലെ ഈ നാടിൻ്റെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ അഹ്ലുൽ ഖറിയ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ എല്ലാ ആൾക്കാരും അഹലാണ്. അപ്പോൾ അഹ്ല് എന്ന് ഇവിടെ ഈ പിന്നെ ഇതിലെ കൺസെപ്റ്റ് എന്താണ്? അഹ്ല് എന്ന് പറയുമ്പോൾ റബ്ബിൻസുർനി ബിമാ കദബു എന്നാണ്, നിന്റെ ആളുകളെ, നിന്റെ കൂടെയുള്ളവരെ എന്ന അർത്ഥമാണ് ഉദ്ദേശം. അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള നിനക്ക് കൂടെ വിശ്വസിച്ചിട്ടുള്ള ആളുകളെ എന്നാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. വ അഹ്ലക ഇല്ലാ മൻ സബഖ അലൈഹിൽ ഖൗലു മിൻഹും എന്ന് വേറെ പറഞ്ഞു. ഇല്ലാ മൻ സബഖ അലൈഹിൽ ഖൗലു മിൻഹും, ആരെയല്ല? അല്ലാത്തവരെ ഒന്നും വേണ്ടെന്ന്, അല്ലാത്തവർ വേണ്ടെന്നുള്ളതിന് പ്രയോഗം നടത്തിയ ഇല്ലാ മൻ സബഖ അലൈഹിൽ ഖൗലു മിൻഹും. വാക്കുകൊണ്ട് യെസ്, വാക്കുകൊണ്ട് ഇവിടെ അൽ ഖൗലു എന്നതുകൊണ്ട് ഉദ്ദേശം എന്താണ്? അള്ളാഹുവിൻ്റെ ശിക്ഷ ഒക്കെ കാരണമാകുന്നവരൊഴികെ, അതായത് ഈ നിഷേധം പുലർത്തിയ ആളുകൾ ഒഴികെ. അവരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ നേരത്തെ തന്നെ എന്താണ്, ഓൾറെഡി അവരെന്താണ്, നിഷേധത്തിൽ തന്നെയാണ്. അങ്ങനെയുള്ള ആളുകളെ ഒന്നുമല്ല, അതൊന്നും പറയേണ്ടതില്ല. നിന്റെ ആളുകളെ ഒക്കെ അതിനകത്ത് കയറ്റിക്കൊള്ളുക. വലാ തുഹാത്തിബിനി ഫില്ലദീന വലമു, ആക്രമികളായ ആളുകളുടെ കാര്യത്തിൽ പിന്നെ എന്നോട് എന്ത് ചെയ്യണ്ട? വലാ തുഹാത്തിബിനി, ലാ തുഹാത്തിബിനി, എന്നോട് പിന്നെ സംസാരിക്കേണ്ടതില്ല. ഖാത്തബ എന്ന് പറഞ്ഞാൽ എന്താ? സംസാരിക്കുക, അങ്ങോട്ട് ഫേസ് ടു ഫേസ് സംസാരിക്കുക. വലാ തുഹാത്തിബിനി അക്രമം ഫില്ലദീന വലമു, അക്രമം പ്രവർത്തിച്ചവരുടെ കാര്യത്തിൽ നീ എന്നോട് സംസാരിക്കേണ്ടതില്ല. തീർച്ചയായും ഇന്നഹും മുഗ്റഖൂന മുക്കി കൊല്ലപ്പെടുന്നവരാണ്, മുക്കി നശിപ്പിക്കപ്പെടുന്നവരാണ്, അവർ മുങ്ങിപ്പോവും. ഇന്നഹും നിശ്ചയമായും അവർ മുഗ്റഖൂൻ മുങ്ങി നശിച്ചു പോകുന്നവർ തന്നെ. ഗരിഖ അല്ലേ? ഗരിഖ മുങ്ങൽ വിദഗ്ധർക്ക് എന്താ പറയാ? ഗവ്വാസ് എന്നാണ് അല്ലേ ഒരു പ്രയോഗം? ഗവ്വാസൂന, ഗവ്വാസ് എന്നാണെന്ന് എൻ്റെ ഓർമ്മ. സ്വാദ് നമ്മളെ ഗംഗാവലിയിലൊക്കെ കണ്ടില്ലേ നിങ്ങൾ മുങ്ങുന്ന ആളുകൾ അല്ലേ? കർണാടകയിൽ മുങ്ങൽ വിദഗ്ധർ. അള്ളാഹു ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. വല്ലാത്തൊരവസ്ഥ. അപ്പോൾ വെള്ളത്തിൻ്റെ വരവ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ ഫാറത്തന്നൂർ എന്ന് പറഞ്ഞത് ഒരു ചെറിയ പ്രദേശത്തല്ല. നൂഹ് നബിയോട് ഈ പറഞ്ഞ ഫൈദ ജാ അംറുന വ ഫാറത്തന്നൂർ എന്ന് പറഞ്ഞത് ഒരു ചെറിയ പ്രദേശത്താണ്. അല്ലെങ്കിൽ പിന്നെ ഒരു ചെറിയ പ്രദേശത്ത് അല്ല, ഒരു ഒന്നാകെയാണ്, അന്നത്തെ നാടാകെയാണ്. എന്നാൽ ഇന്നലെ ഈ കഴിഞ്ഞ 10 ദിവസം മുമ്പുണ്ടായതോ ഒരു ചെറിയൊരു ഏരിയ, 300-350 മീറ്റർ അല്ലെങ്കിൽ അതിനിടയിലെ ഒരു പോയിന്റിൽ നിന്നുണ്ടായ ഒരു സംഭവം. അതാണ് ഒരെത്തും പിടിയും നമുക്ക് കിട്ടാത്ത അവസ്ഥയിൽ വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക്, വരവ്, മണ്ണിടിച്ചിലും അല്ല, പിന്നെ മലയിടിച്ചിലും അല്ല, ഉരുൾപൊട്ടലാണ് യഥാർത്ഥത്തിൽ അല്ലേ? അങ്ങ് ഇറങ്ങിപ്പോകുന്നത്. എന്താ ഇപ്പം ചെയ്യുക? ഞാനിങ്ങനെ ഈ റൂട്ടിൽ വരുമ്പോൾ ഇങ്ങനെ നോക്കും. ഇന്നലെ ഞാൻ അതിലെങ്ങനെ തലയാട് വഴിയാണ് പോകുന്നത്. വരാൻ പേടിയാണ്, ഓരോരുത്തർ വേണ്ട പെട്ടെന്ന് പറയണേ. അതിൽ പോരാൻ തോന്നൂല. ഇപ്പം പണിയും കൂടെ നടക്കായതുകൊണ്ട് ഒരു പിന്നെ 10-30 അടി ഉയരത്തിൽ മണ്ണിങ് എടുത്തിട്ട് സത്യത്തിൽ അതിൻ്റെ തൊട്ട് മുകളിലെ വീടുകൾക്കൊന്നും ഒരു സംരക്ഷണമില്ല. ഇത്ര ഗ്യാപ്പിൽ ഇങ്ങനെ കുത്തനെ മണ്ണെടുത്തിട്ടുണ്ട്. ഇവിടെ വീടുണ്ട്. എങ്ങനെ ഓരോ രാത്രി അവർ കഴിയുന്നു? അവർക്കുള്ള സംരക്ഷണം നമ്മൾ എന്ത് കൊടുത്തു, അല്ലെങ്കിൽ നമ്മുടെ ഇതിൻ്റെ അതോറിറ്റി എന്ത് ചെയ്തു എന്നുള്ള ചർച്ചകൾ വളരെ പ്രധാനം തന്നെയാണ്. നമ്മളെ വിഷയം അതല്ല. അത് കാണുമ്പോൾ ഇങ്ങനെ അതോർത്ത് അങ്ങനെ പോകുന്നത്. എത്ര വീടുകളാണെന്നറിയാം. അതിൻ്റെ നേരെ കുത്തനെ നിൽക്കുക വീട്. ഇവിടെ നിൽക്കുക, ഒന്ന് കാലിറ്റിയായി താഴോട്ട് വീഴുക, അത് പിന്നെ താഴോട്ട് പോരുക. അങ്ങനെ ഞാൻ താഴെ വന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കി വണ്ടി നിർത്തിയിട്ട്. നമ്മുടെ ഇവിടുന്ന് ദൂരം നിന്ന് ചുരം കാണുന്ന അതേ അവസ്ഥയിലാണ്. ശരിക്കും വലിയൊരു ചുരം തന്നെയാണ് ആ റൂട്ടും. അതൊന്നിച്ചിങ്ങനെ കിടക്കുക.
പണി പൂർത്തിയാൽ കെട്ടിയാൽ പോലും എങ്ങനെ എന്നുള്ളതാണ്. അത്രയും അങ്ങനെ ഒരു ഏരിയ പോന്നാൽ എന്താ ചെയ്യുക? നമുക്കെന്താ ചെയ്യാനുള്ളത്? ബാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ കിട്ടുന്നതിന് എടുക്കുക എന്നല്ലാതെ. ഇപ്പോൾ ഇതിൽ തന്നെ കഴിഞ്ഞ ദിവസം എന്താ നടന്നത്? ആ ഫാറത്തന്നൂർ എന്നോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് എന്നോ പിന്നെ ഇന്ന ലമ്മ തൊകൽ മാഉ എന്ന് പറഞ്ഞില്ലേ? ഇത് ഈ വിഷയത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. വെള്ളം അതിക്രമിച്ചു വന്നപ്പോൾ എന്ന് പറഞ്ഞു. വെള്ളം ക്രമം വിട്ട് വന്നാൽ എന്താ ചെയ്യാൻ പറ്റുക? അതിലൊരു ശരീരം കിട്ടിയത് ഒക്കെ വേർപെട്ടിട്ടാണ്. എല്ലാ ഭാഗങ്ങളും വേർപെട്ടിട്ടാണ് കിട്ടിയത്. ടൺ കണക്കിന് ഭാരമുള്ള വലിയ കല്ല് മുകളിലേക്ക് വീണാലും ഒന്നും സംഭവിക്കാത്ത വാഹനം അല്ലേ? പക്ഷെ വാഹനം ഇപ്പോൾ എത്ര കഷ്ണമാണ് എവിടെയുള്ളതെന്ന് യാതൊരു പിടിപാടുമില്ല. എന്ത് ചെയ്യും? ഇന്ന ലമ്മ തൊകൽമ, ജലത്തിൻ്റെ ശക്തിയാണ്. അത് നമ്മളെ വിഷയമൊന്നുമല്ല. അത് അന്നത്തെ ആ ഒരു സാഹചര്യങ്ങൾ ആലോചിച്ച് നോക്കൂ. ജലം ഉയരുന്നതും ആ ഒരു വിഷയം അതാണ് അള്ളാഹ് ഇവിടെ പറഞ്ഞത്. അവിടെ അള്ളാഹുവിൻ്റെ അയുൻ, മേൽനോട്ടത്തിലുള്ള ഒരു രക്ഷ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് നീ ഒരു വാഹനം ഫുൽക്ക് നിർമ്മിച്ചു കൊള്ളുക. രക്ഷപ്പെടാനുള്ള മാർഗമായി ഒരു ഫുൽക്ക് പണിയുക. അനിസ്നഅൽ ഫുൽക്ക് ബി അയുനിന, നമ്മുടെ മേൽനോട്ടത്തിൽ, വവഹീന, നമ്മുടെ നിർദ്ദേശം, വഹി പ്രകാരം. എന്നിട്ടോ അതൊക്കെ കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ വെള്ളം ഇങ്ങനെ വരുന്നത് കാണാം. മഴ ഇങ്ങനെ വരും. ഇദാ ജാഅ അംറുന വഫാറത്തന്നൂറു, നിലത്തുനിന്നും വെള്ളം പൊന്തും. അങ്ങനെ ആകുമ്പോൾ വേഗം എന്ത് ചെയ്യണം? ഫസ്ലുക് ഫീഹാ മിൻ കുല്ലിൻ സൗജൈനി ഇസ്നൈൻ, ഇണകളായിട്ട് എല്ലാത്തിനെയും നീ അതിൽ കയറ്റണം. വഅഹ്ലക്, നിന്റെ ആളുകളെയും കയറ്റണം. ഇല്ലാ മൻ സബഖ അലൈഹിൽ ഖൗലു മിൻഹും വലാ തുഖാതിബ്നി ഫില്ലദീന ളലമൂ ഇന്നഹും മുഗ്റഖൂൻ. അവിശ്വാസം മൂലം അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് അവകാശികളായി തീർന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മകനെയും കപ്പലിൽ കയറ്റേണ്ടതില്ല എന്നർത്ഥം. അവിശ്വാസം മൂലം ഓൾറെഡി ശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെടുന്ന ആളുകളാണ് അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ. അങ്ങനെയുള്ളവരുടെ കാര്യത്തിൽ നോക്കേണ്ടതില്ല എന്ന്. ഫഅൗഹൈന ഇലൈഹി അൻ ഇസ്നഇ സഫീന. അൽ ഫുൽക് മാന അസ്സഫീനതു, അസ്സഫീന. ഓക്കെ, അള്ളാഹുവിൻ്റെ പിന്നെ അയുൻ, മേൽനോട്ടത്തിൽ. വബി അംരിന ലക വമഉനതിന, നമ്മുടെ സഹായത്തോടുകൂടെ, വഹയോടുകൂടെ. വഅൻത ഫഇദാ ജാഅ അംറുന ബിഅദാബി ഖൗമിക ബിൽഗറഖ്, അങ്ങനെ മുങ്ങി നശിക്കുന്ന ശിക്ഷ എത്തുകയാണെങ്കിൽ, തൂഫാൻ, തൂഫാൻ ഇങ്ങനെ തുടങ്ങാൻ ആവുകയും ചെയ്താൽ, ഫനബഅൽ മാഉ ബിഖുവ്വ മിനത് തന്നൂർ, ശക്തിയിൽ തന്നൂറിൽ നിന്ന്, അടുപ്പിൽ നിന്നും വെള്ളം വരുന്നതും കണ്ടാൽ, ഉറവ് പൊട്ടുന്നതും കണ്ടാൽ എന്ത് ചെയ്തോളൂ? അലാമത്തുൻ അലാ മജീഇൽ അദാബ്, അതെന്തിൻ്റെ അടയാളമാണ്? ശിക്ഷയുടെ അടയാളമാണ്. ഫഅദ്ഖിൽ ഫി സഫീനതി മിൻ കുല്ലിൽ അഹ്യാഹി ദക്കറൻ വ ഉൻസൻ, അപ്പോൾ നീ ദക്കർ ഉൻസ, ആണിനെയും പെണ്ണിനെയും ഒക്കെ അതിൽ എല്ലാറ്റിൽ നിന്നും കയറ്റുക. ലിയബ്ഖൻ നസൽ, പരമ്പര നിലനിൽക്കാൻ വേണ്ടിയിട്ട്. വഅദ്ഖിൽ അഹ്ലക ഇല്ലാ മൻ ഇസ്തഹഖൽ അദാബു ലികുഫ്രിഹി കൗസൗജതിക വബ്നിക, നിന്റെ മകനെ പോലെ, നിന്റെ ഇണയെ പോലെ ശിക്ഷ ഉറച്ചിട്ടുള്ള ആളുകൾ കുറച്ചുണ്ടല്ലോ, അവരെ ഒന്നും എന്ത് ചെയ്യണ്ട, അവരോടൊന്നും പറഞ്ഞു നടക്കേണ്ടതില്ല. വലാ തസ്അൽനി നജാത ഖൗമിക ളാലിമീൻ, നിന്റെ അക്രമികളായ, ഇതെല്ലാം നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബിൻ സുർനി ബിമാ കദബൂനി എന്ന് പറഞ്ഞ കദബൂ, അവർ എന്ന ആളുകളുണ്ടല്ലോ, അവരുടെ കാര്യത്തിൽ എന്നോട് സംസാരിക്കേണ്ടതില്ല. ഫഇന്നഹും മുഗ്റഖൂന ലാ മഹാല, അവർക്കൊരു രക്ഷാമാർഗം ഉണ്ടാവില്ല, അവർ മുങ്ങി നശിക്കുന്നവരായിരിക്കും. വഫി ഹാദിഹിൽ ആയ ഇസ്ബാതു സിഫത്തിൽ ഐൻ ലില്ലാഹി സുബ്ഹാനഹു ബിമാ യലീഖു ബിഹി തആല ദൂന തശ്ബീഹിൻ വല തക്യീഫിൻ. ആ ഇതിൽ പറയണമെന്ന് വെച്ചാൽ
ഈ ആയത്തിൽ ഒരു തഷ്ബീഹ് കാണാം. തഷ്ബീഹ് അല്ലേ? ബി അയുനിന. എന്താ ബി വഹീന എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വഹി. അവിടെ നമുക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല. ബി അയുനിന എന്ന് പറഞ്ഞാലോ നമ്മുടെ കണ്ണുകൾ അല്ലേ? അപ്പൊ അള്ളാഹ്ക്ക് കണ്ണോ എന്നിടത്തേക്ക് പോവേണ്ടതില്ല. അതൊരു തഷ്ബീഹാണ്, മേൽനോട്ടത്തിൽ എന്ന അർത്ഥത്തിൽ തന്നെയാണ്. അല്ലാണ്ട് അള്ളാഹ്ക്ക് കണ്ണ്, കാല്, കൈ, മൂക്ക് എന്നതല്ല. അതിനെ എന്ത് ചെയ്യേണ്ടതില്ല? പിന്നെ മറ്റൊന്നിനോടും അതെ 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 ദൂന തഷ്ബീഹിൻ വല തക്കീഫിൻ. അതിന് കൈഫിയത്ത് കൊടുക്കാൻ പാടില്ല, തഷ്ബീഹ് സദൃശ്യപ്പെടുത്താനും പാടില്ല. ഓക്കെ 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 ഓക്കെ. فإذا استويت أنت ومن معك. രണ്ടാമത്തെ ആയത്ത്. فإذا استويت أنت ومن معك. ഒന്നുകൂടെ. على الفلك فقل الحمد لله الذي فقل الحمد لله الذي نجانا من القوم الظالمين. فإذا استويت أنت ومن معك على الفلك فقل الحمد لله الذي نجانا من القوم الظالمين. فإذا استويت. فإذا استويت استوى. فإذا استويت പറയാ. ഓ അങ്ങനെ നീ ശരിപ്പെട്ട് കഴിഞ്ഞാൽ. ഇസ്തവ എന്ന് പറഞ്ഞാൽ എന്താ? അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ എന്നൊക്കെ പറഞ്ഞില്ലേ? അതന്നെ വാക്ക്. നിലകൊള്ളുക, ആവുക അല്ലേ? അങ്ങനെ നീ ആയാൽ, അതായത് ശരി ഒക്കെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി കഴിഞ്ഞാൽ ഫഇദസ്തവൈത. അതെ, അന്ത വമൻ മഅക. അതെ, നീ നിന്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഒന്ന് റെഡിയായി. അതായത് സംഗതി നിങ്ങളതിൽ കയറിയിട്ട് കയറിയിട്ട് അതെ 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 റെഡി ആയാൽ എന്ത് ചെയ്യുക? അലൽ ഫുൽക്കി, അതായത് പിന്നെ കപ്പലിൽ കയറി റെഡിയായി കഴിഞ്ഞാൽ ഫക്കുൽ. എന്നിട്ട് കയറിയിട്ട് നിങ്ങളെന്ത് പറയണം? കയറിയിട്ട് നിങ്ങൾ പറയണം അൽഹംദുലില്ലാ എന്ന് പറയണം. കയറി നിങ്ങൾ അള്ളാഹുവിന് ശുക്റുള്ളവരാകണം, അള്ളാഹിനെ ഓർക്കണം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറയണം. അൽഹംദുലില്ലാഹി അല്ലദീ നജ്ജാനാ മിനൽ ഖൗമിൽ ളാലിമീൻ. അതെ 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 ളാലിമീങ്ങളിൽ നിന്ന് രക്ഷ നൽകിയ അള്ളാഹുവിന് ഹംദ് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയണം. ഫഖുലിൽ ഹംദുലില്ലാഹി അല്ലദീ നജ്ജ. നജ്ജ അറിയാലോ, വാക്കറിയാലോ. നജ്ജ രക്ഷപ്പെടുത്തുക. നജാഹ് വിജയം, നജ രക്ഷപ്പെട്ടു, നജാത്ത് രക്ഷ. നജ യൻജു, അൻജ രക്ഷപ്പെടുത്തി. യുൻജീക്കും നിങ്ങളെ രക്ഷപ്പെടുത്തും. മുൻജീന മുൻജിൽ ഖലായിഖി. വാക്കെന്താ? മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ലീ ഗദി അല്ലേ? നാളെ പിന്നെ ജഹന്നമിൽ നിന്ന് സകല സൃഷ്ടികളെയും മുൻജി രക്ഷപ്പെടുത്തുന്നവനെ എന്ന് റസൂലിനെ വിളിച്ച് പറയുന്നതാണ്. മുൻജി എന്നാണ്. അൻജ യുൻജി മുൻജി. ഓക്കെ, ആ വാക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ.
അപ്പോൾ فإذا استويت أنت ومن معك على الفلك فقل الحمد لله الذي نجانا من القوم الظالمين. അടുത്ത ആയത്തും കൂടി പറയാം, രണ്ടായത്തൂടെ ഉള്ളൂ, ചെറിയ രണ്ടായത്താ. وقل رب أنزلني അവിടെ പറയുമ്പോൾ ലാമ് കേൾക്കണ്ട കേട്ടോ. വഖുൽ റബ്ബി എന്ന് പറയരുത്. ലാമിന് സുക്കൂൻ ഇട്ടിട്ടുണ്ടോ നോക്കൂ, ഇല്ല. അപ്പൊ ആ ലാമിനെ റായിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇദ്ഗാം ചെയ്യണം. ഇദ്ഗാം കാമിലാണ്, കംപ്ലീറ്റ് മെർജ് ചെയ്യണം. വഖുറ ഖുറ ഖു കഴിഞ്ഞിട്ട് ശബ്ദമുള്ള റാ കേൾക്കേണ്ടത്, ലാമ് കേൾക്കണ്ട. വഖുർ റബ്ബി അൻസിൽനി മുൻസലൻ മുബാറകൻ وأنت خير المنزلين. وقل رب أنزلني منزلا مباركا وأنت خير المنزلين. എന്നിട്ട് എന്ത് പ്രാർത്ഥിച്ചോ? റബ്ബി അൻസിൽനി, റബ്ബേ എന്നെ ഇറക്കണേ, എന്നെ ഇറക്കണേ. മുൻസലൻ മുബാറക്കൻ. മുൻസൽ എന്ന് പറഞ്ഞാൽ ഇറക്കപ്പെടുന്ന, അല്ലേ? അതായത് ഇറങ്ങേണ്ട സ്ഥലം, ഒരു ഇറക്ക സ്ഥലം. മുൻസലൻ ഒരു താവളം, ഒരു താവളത്തിൽ. എങ്ങനെയുള്ള ഇറക്കിത്തരണേ? മുബാറക്കൻ, സന്തോഷകരമായ അനുഗ്രഹീതമായ ഒരിടത്തന്നെ ഇറക്കണമേ. സുരക്ഷിതമായ ഒരിടത്തന്നെ ഇറക്കണമേ എന്ന് പറയുകയും ചെയ്യൂ, എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യൂ. വെള്ളത്തിൻ്റെ മുകളിലാ പിന്നെ ഉണ്ടാകേ, അറിയാണ്ട് തന്നെ പ്രാർത്ഥിച്ചു പോകൂലേ, അല്ലേ? അങ്ങ് കിടക്കല്ലേ, പരന്ന് കിടക്കല്ലേ, എന്നാലും പ്രാർത്ഥിക്കണം എന്ന് വഹീന എന്ന് പറഞ്ഞില്ലേ, ഓരോന്നും കൃത്യമായി നൂഹ് നബിക്ക് നിർദ്ദേശം നൽകുക. അൽഹംദുലില്ലാഹില്ലദീ നജ്ജാന പറയണം, അൻസിൽനി റബ്ബി അൻസിൽനി മുൻസലൻ മുബാറക്കൻ പറയണം. നോക്കുങ്ങള്, ഇടയാളനെ വേണോ ഇസ്ലാമിൽ? ഇടയാളനോ? ഇടയാളനാവാം എന്നാണ് ഒരു വിഭാഗം ഇപ്പം പറയണത്. ഇത്രയും കാലം പറയാത്തൊരു വലിയ സംഭവം പറയണത്, ഇസ്ലാമിൽ ഇടയാളനാവാം എന്ന്. അല്ലാഹു അക്ബർ, മഅദല്ലാഹ്, സുബ്ഹാനല്ലാഹ് അമ്മാ യുശ്രികൂൻ. ഇടയാളൻ വേണ്ട. നൂഹ് നബി പ്രാർത്ഥിച്ചത് നേർക്ക് നേരെയാണ്. ഖുർആനിലെ ഏത് പ്രാർത്ഥനകൾ എടുത്ത് നോക്കിയാലും റബ്ബി റബ്ബന അല്ലാഹുമ്മ എന്നിങ്ങനെയാ കാണുക, പടച്ചോനെ എന്ന് മാത്രം. ആദം നബിയുടെ പ്രാർത്ഥനയാണ് ആദ്യ പ്രാർത്ഥനാ ചരിത്രമായിട്ട് പറയുന്നത്. റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ എന്നാണ് അവിടെ തുടങ്ങിയത്, വേറെ ആരെയും ഇടയാളനാക്കിയിട്ടില്ല. പിന്നെ എന്താണ് അതിനിടക്ക് തിരികെ വെച്ച് സാധുക്കളെ തെറ്റിദ്ധരിപ്പിച്ച ഇടയാളം? എന്താണ് ഇടയാളത്വം? അതിൻ്റെ ഇടക്ക് വെച്ചുകൊടുത്ത ഹദീസോ ആയത്തോ എന്താണ്? അത് കണ്ടില്ലല്ലേ? നബീനോട്, നബിൻ്റെ അടുത്ത് ചെന്ന് ആവശ്യപ്പെടാറുണ്ടായിരുന്നു പ്രാർത്ഥിക്കണം എന്ന്. പറ്റൂലേ? പറഞ്ഞൂടെ? പക്ഷെ ഇനിയിപ്പോൾ നമുക്ക് പറ്റുമോ നബീൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറയാൻ? എന്താ കാര്യം? നബി പോയില്ലേ, നബീനോട് ഇനി പറയാൻ പറ്റൂല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? വ്യാഴാഴ്ച വിളിച്ചിട്ട് എല്ലാ പള്ളിയിലെ ഖത്തീബുമാർക്കൊരു വാട്സപ്പ് മെസ്സേജ്, ഇങ്ങനെ ഒരാൾ അസുഖമായി കിടക്കുന്നുണ്ട്, മേജർ ഓപ്പറേഷനാണ്, ജുമുഅ ഖുതുബ കഴിഞ്ഞിട്ട് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. അത് പറ്റൂലേ?
അത് പറ്റും. അത് ആരോടാ പറയണത്? ഇവിടെയുള്ള ലൈഫുള്ള ആളോടാണ് ഈ പറയണത്. അത് പറ്റും. ഉംറയ്ക്ക് പോവാണ്, ഹജ്ജിന് പോവാണ്, യാത്രയിലാണ്. നമുക്ക് ഓരോട് എന്ത് ചെയ്യാം? ഓരോടൊപ്പം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടൂടെ? അതേപോലെ ഒരു സംഭവമാണ് ഇവിടെ എടുത്തിട്ട് പറയുന്നത്. ഇടയാളൻ ആവാം. എന്നിട്ട് സാധുക്കൾ കേൾക്കണം, ആ ശരിയാ, അപ്പോൾ ഇടയാളനാവാം. നബിയെ ഇവർ സഹാബിയുടെ അടുത്ത് ചെന്നിട്ട്, പ്രമുഖനായ സഹാബിയുടെ അടുത്ത് ചെന്നിട്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട സമൂഹം, അവരെ വെച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ സഹാബി പറയാണ്, അല്ലാഹുവേ, ഇവർ പ്രവാചകനെ മുൻനിർത്തിയിട്ട്, അഥവാ പ്രവാചകന്റെ അടുത്ത് ചെന്ന് പ്രവാചകനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിരുന്നല്ലോ, ഇപ്പോൾ അവർ എന്നോട് ഈ കാര്യം പറയുന്നു, എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണേ. ഇതിൻ്റെ അർത്ഥം എന്തായിരുന്നു മനസ്സിലാക്കേണ്ടത്? എന്താ മനസ്സിലാക്കേണ്ടത്? എന്താണ് അതിൻ്റെ പ്രശ്നം? ഇപ്പം നിങ്ങൾ ഇന്നോട് വന്ന് പറയാന്ന് വിചാരിക്കുക. സപ്പോസ് ഇന്നോടെന്ന് പറയണ്ട, നമ്മൾ ഒരു എന്ന് പറഞ്ഞ ഒരാളോട് പറയാന്ന് വിചാരിക്കുക. ഒരു വലിയ ഒരാളോട്, നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളോട് നമ്മൾ പറയാണ്, നിങ്ങൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ പറയാണ്, അല്ലെങ്കിൽ ആ ആൾ പറയാണ്, പടച്ചോനെ, ഇവർ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു, പ്രാർത്ഥന സ്വീകരിക്കണമേ. ഇവർ നബിയുള്ള സമയത്ത് അല്ലെങ്കിൽ ഇന്ന ആളുള്ള സമയത്ത് മൂപ്പരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാറുണ്ടായിരുന്നു, അതുപോലെ എൻ്റെ അടുത്ത് വന്നതാണെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ആണെന്തോ ശരിക്കുണ്ടോ? അത് വെച്ചിട്ടാണ് ഇടയാളനാവാന്ന് പറഞ്ഞിട്ട് അള്ളാഹ് അല്ലാത്തവരെ, മരിച്ചതാവട്ടെ അല്ലാത്തതാവട്ടെ, ഇവരെ വെച്ചിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു വിഷമം തന്നെയാണ്. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. നമ്മൾ നേരെ ആലോചിച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഡയറക്റ്റ് അള്ളാഹിനോട് എല്ലാ കാലത്തും ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പോയ ആൾക്കാരോട് പിന്നെ നമുക്ക് ചോദിക്കാനോ അവരെ കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കാനോ അവരോട് നമ്മുടെ കാര്യം അള്ളാഹിനോട് പറയണമെന്ന് പറയാനൊന്നും യാതൊരു ന്യായവും പിന്നില്ല. നേരെ പരസ്പരം തവാസോ ബിൽ ഹഖ് തവാസോ ബിസ് സുബ്ർ എന്ന് പറഞ്ഞ പോലെ നമ്മൾ പരസ്പരം ആവശ്യപ്പെടുക, പ്രാർത്ഥിക്കണം കേട്ടോ, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണേ, ദുആ ചെയ്യണേ. അതെല്ലാവർക്കും എപ്പോഴും ആവാം. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ ആളോട് ദുആ ചെയ്യണേ എന്ന് പറയാൻ പറ്റൂല. അതേ ഉള്ളൂ വിഷയം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വഖുർ റബ്ബി അൻസിൽനി മുൻസലൻ മുബാറകൻ വഅൻത ഖൈറുൽ മുൻസിലിൻ. നീ യഥാർത്ഥ സ്ഥാനങ്ങളിൽ ഇറക്കുന്നവരിൽ അത്യുത്തമനാണ് എന്ന് പറയാം. എന്നിട്ട് അല്ലാഹു അവസാനം പറഞ്ഞു, ഇന്ന ഫീ ദാലിക ലആയാതിൻ വഇൻ കുന്നാ ലമുബ്തലീൻ. ഓതു, ഇന്ന ഫീ ദാലിക ലആയാതിൻ വഇൻ കുന്നാ ലമുബ്തലീൻ. ഇന്ന ഫീ ദാലിക പറയ്. അൽഹംദുലില്ലാഹ്. നിശ്ചയമായും ഇതിലുണ്ട് ലആയാത്തിൻ, ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. വഇൻ കുന്നാ ലമുബ്തലീൻ, നിശ്ചയമായും നാം ബലാ നടത്തുന്നവരാണ്. ഇബ്തിലാ പരീക്ഷിക്കുന്നവരാണ്, അതായത് പരീക്ഷിക്കുന്നവനാണ് എന്നർത്ഥം. തീർച്ചയായും നാം പരീക്ഷിക്കും. അപ്പോൾ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നത്. കപ്പൽ നിർമ്മിക്കേണ്ടുന്ന വിധത്തിൽ അള്ളാഹു നൂഹ് നബിക്ക് നൽകുന്ന വഹ്യ്, അതേപോലെ അള്ളാഹുവിൻ്റെ അയുൻ, മേൽനോട്ടം, അത് വലിയ ഒരു ദൃഷ്ടാന്തമാണ്. അവിശ്വാസികൾ അദ്ദേഹത്തെ പരിഹസിക്കാറുണ്ടായിരുന്നു കപ്പൽ നിർമ്മാണ സമയത്ത്. ഇതേ അധ്യായം 38-ാമത്തെ വചനത്തിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അന്നേരം ഇതിലേക്ക് ആഡ് ചെയ്യാം. 38-ാമത്തെ ആയത്തിൽ നൂഹ് നബി കപ്പൽ നിർമ്മാണം നടത്തുന്ന സമയത്ത് അവർ വന്ന് പരിഹസിക്കുകയായിരുന്നു. എന്താ ചെങ്ങായി, ഇതെന്തിനാ ഇപ്പോൾ കപ്പൽ ഉണ്ടാക്കുന്നത്, ഇതെന്താ എൻ്റെ പരിപാടി എന്ന്. അതെ, നൂഹ് നബിക്ക് ഒറ്റ ഉറപ്പുള്ള അടക്കി നിങ്ങൾ കാണാമെന്ന് പറയുന്ന ഒരു വർത്താനം ഉണ്ടാവൂലേ. അതെ, അവർ അത്ഭുതപ്പെടുകയാണ്. അതെ, അതിൽ പറയണ്ടത്. അപ്പം അള്ളാഹുവിൻ്റെ നിർദ്ദേശത്തോടെ പ്രത്യേക കാവലോടുകൂടെ ഉണ്ടാക്കുക എന്നതാണ് നമ്മൾ ആ പറഞ്ഞ ബി അയുനിന വ വഹീന എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അതേപോലെ മറ്റൊരു ദൃഷ്ടാന്തം എന്താണെന്ന് വെച്ചാൽ, ശക്തമായ ഉറവ, അസ്വാഭാവികമായി ശക്തമായ ഉറവ വരുന്നുണ്ടെങ്കിൽ ചില അടയാളങ്ങളാണ്, അപകടങ്ങളുടെ അടയാളമാണ്. ഇതാ ഫാറത്തന്നൂറു,
എന്ന് പറയുന്നത് മഴ വരും വെള്ളം പൊങ്ങും. അതിന് പുറമെ മറ്റൊരു അടയാളം പ്രത്യേകമായി സാധാരണഗതിയിൽ ഉണ്ടാവാത്ത അടയാളമാണ് സകല സ്ഥലങ്ങളും ഉറവയാകുമ്പോൾ, അല്ലെങ്കിൽ ഉറവയുടെ സാന്നിധ്യം ഇല്ലാതിരുന്നിടത്ത് ഉറവ വല്ലാതെ വരുമ്പോൾ പൊട്ടി ഒഴുകുക എന്നാണ്. അങ്ങനെ വന്നാൽ അത് അടയാളം. അടുപ്പെന്ന് പോലും എന്ന് പറയുമ്പോൾ എന്തായി? അതാ അവസാനത്തെ ഒരു വരവാണ്. അതാണ് തന്നൂർ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്, വേറൊന്നുമല്ല. ഒന്നിച്ച് വെള്ളം ഒഴുകുക എന്നത് തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്, വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ മറ്റുള്ളത് പിന്നെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? അതിലുള്ള മറ്റു ദൃഷ്ടാന്തങ്ങൾ എന്ന് പറയുമ്പോൾ മിൻ കുല്ലിൻ സൗജൈനി ഇസ്നൈനി എന്ന ഭാഗമാണ്. അത് സൂചിപ്പിക്കുന്നത് പ്രകൃതിയുടെ വിവിധത്വത്തെ സൂചിപ്പിക്കുക എന്ന അർത്ഥത്തിലാണ്. അങ്ങനെ അവിടെ പറയുന്നത് മിൻ കുല്ലിൻ സൗജൈനി ഇസ്നൈനി എല്ലാം എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ബാക്കിയൊക്കെ സ്വാഭാവികമായി തന്നെ ഉണ്ടാകുന്ന സംഗതികളാണല്ലോ. ഇപ്പോൾ ഒരു സ്ഥലത്ത് നിങ്ങൾ കാണാറില്ലേ, പൊട്ടി ഇതായാലും സ്വാഭാവികമായി തന്നെ ഉണ്ടാവുന്ന സംഗതികളാണ്. അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ജലപ്രളയം അവസാനിക്കുകയും പിന്നെ മറ്റൊരു ദൃഷ്ടാന്തം എന്ന് വെച്ചാൽ ജലപ്രളയം അതിനു മുമ്പ് നമ്മളെ പ്രാർത്ഥന നിരന്തരമായി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഈ ഒരു അനിശ്ചിതത്വം, ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥന നിരതമായിരിക്കണം ആ സമയങ്ങളിൽ എന്നുള്ളതാണ് മറ്റൊന്ന്. പിന്നീട് നമ്മൾ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് കയറിയാൽ അല്ലെങ്കിൽ രക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അവിടെയും എന്തുണ്ടാവണം? അള്ളാഹുവിനെ സ്തുതിക്കാൻ ഓർമ്മ ഉണ്ടായിരിക്കണം എന്നതാണ്. പിന്നെ വേറെ എന്താ ദൃഷ്ടാന്തങ്ങൾ? അങ്ങനെ തന്നെ. പിന്നീട് ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ഭാഗത്ത് വീണ്ടും മറ്റൊരു ചരിത്രം, പ്രവാചകൻ്റെ ചരിത്രവും അവരെ സംബന്ധിച്ചും സൂചിപ്പിക്കുന്നുണ്ട്. 31-ാമത്തെ വചനം മുതൽ നമ്മളിപ്പോൾ 30 ആയത്തുകൾ എടുത്തു കഴിഞ്ഞു. 6 ക്ലാസ്സുകൾ മുഅ്മിനൂൻ സൂറത്തിൽ എടുത്തു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി 7-ാമത്തെ ക്ലാസ്സിൽ അങ്ങനെ 50 ആയത്ത് വരെ നമുക്ക് അവിടെ ഉണ്ട്. 23 മുതൽ 50 വരെ. അതിൽ 23 മുതൽ 30 വരെ നമ്മളിപ്പോൾ എടുത്തു. ഇനി 20 ആയത്തുകൾ കൂടെ ഉണ്ട്. അത് 2-3 ചരിത്രങ്ങൾ കൂടെ അവിടെ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇത്രയും ഭാഗം മനഃപ്പാഠമാക്കാൻ കൂടെ ശ്രദ്ധയുണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ പാരായണം ചെയ്യാൻ കൂടെ പരിശീലിക്കണം. നമ്മൾ മുമ്പത്തെ അത്ര ഇപ്പോൾ പാരായണത്തിന് കൂടുതൽ പ്രാധാന്യം ക്ലാസ്സിൽ ടൈം എടുക്കാറില്ല. ഏറെക്കുറെ നമ്മളൊക്കെ അത് ഒരുപാട് ചെയ്തവരായതുകൊണ്ട് കൂടെയാണ്. അപ്പോൾ അതിന് നിങ്ങൾ പ്രത്യേകം സമയം കണ്ടെത്തുക. നമ്മുടെ ഗ്രൂപ്പ് അതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഇത്രയും ആളുകൾ വിചാരിച്ചാൽ ഈ നമ്മുടെ മജ്‌ലിസുൽ ഖുർആൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഇതിൽ ലൈവാക്കാൻ പറ്റും. ജസ്റ്റ് ഇതൊന്ന് പാരായണം ചെയ്തിട്ടാൽ തന്നെ ലൈവായി. എല്ലാവരും ഓരോരോ ആയത്ത് പാരായണം ചെയ്തിടുക. അപ്പോൾ അത് കറക്ഷൻ നടത്തുക. അതേപോലെ പിന്നെ എഴുതിയ നോട്ട് ഫോട്ടോ എടുത്ത് വിടുക. അപ്പോൾ എഴുതാത്ത ആൾക്കാർക്കും എഴുതേണ്ടവർക്കും അതൊന്ന് തയ്യാറാക്കാം. അത് നോക്കിയിട്ട് എഴുതാം. വാക്കർത്ഥങ്ങളും വാക്കുമായി ബന്ധപ്പെട്ട പഠനങ്ങളും നടത്താം. ഇവിടെ നമുക്ക് ഒരുപാട് സമയം ഉണ്ടാവില്ല, അതുകൊണ്ട് പരിമിതികളുണ്ടാവും. അപ്പോൾ അതിൽ ഓരോരുത്തർ ചർച്ചയിൽ പങ്കെടുക്കും. അപ്പോൾ അതുമായി അനുബന്ധമായ വേറെ ഏതെങ്കിലും ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഇതിൻ്റെ മറ്റു തലങ്ങളിലേക്കൊക്കെ പോയ ക്ലാസ്സുകളുണ്ടാവും. ആ ക്ലാസ്സുകളൊക്കെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൂടുതൽ ഈ വിഷയം പഠിക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ ഇതിൽ മാത്രം ഒതുങ്ങിപ്പോരുത്. നമ്മളിവിടെ പറയുന്ന കാര്യത്തിൽ മാത്രം ഒതുങ്ങിപ്പോരുത്. വിശാലമായ മേഖലയാണ്. നമ്മുടെ സമയവും അറിവും വെച്ച് കുറഞ്ഞ കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നമ്മൾ പറയുക. സന്ദർഭോചിതമായി കുറച്ച് മാത്രമായിരിക്കും പറയാം. അല്ലാതെ ഒരുപാട് പറയാനുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് കേൾക്കാനും നിങ്ങളിൽ നിന്നുള്ള ചർച്ചയിലൂടെ അത് പഠിക്കാനും കഴിയും. അതുകൊണ്ട് ഈ ഗ്രൂപ്പിനെ നമ്മൾ മജ്‌ലിസുൽ ഖുർആൻ്റെ ഗ്രൂപ്പിനെ അതത് സന്ദർഭത്തിലെ സൂറത്തിൻ്റെ ഗ്രൂപ്പാക്കി മാറ്റണം. ഈ സൂറത്തിൻ്റെ ഗ്രൂപ്പാക്കി മാറ്റണം. അതിന് നമ്മൾ ഓരോരുത്തരും തന്നെ പരിശ്രമിക്കണം. വേറെ ആരും ഇറങ്ങിക്കോളണമെന്നില്ല. ജസ്റ്റ് ഞാൻ ആ ഭാഗം ഒന്ന് പാരായണം ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് പാരായണം ചെയ്തിട്ടാൽ തന്നെ ലൈവായി. അപ്പോൾ അതിൻ്റെ കൂടെ ആൾക്കാർ ആയിക്കോളും. പിന്നെ ഒരായത്തും അർത്ഥവും മൊബൈലിൽ തന്നെ ഉണ്ടല്ലോ. ആയത്തും അതിൻ്റെ മലയാളവും സ്ക്രീൻഷോട്ട് എടുക്കുക, ഈ ഗ്രൂപ്പിലിടുക. അടുത്ത ആയത്തും മലയാളവും സ്ക്രീൻഷോട്ട് എടുക്കുക, ഗ്രൂപ്പിലിടുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചർച്ചകളും വർത്തമാനങ്ങളൊക്കെ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് അത് അള്ളാഹു അങ്ങനെ പഠിക്കാനും മനഃപ്പാഠമാക്കി
അക്ഷരസ്ഫുടതയോടുകൂടെ പാരായണം ചെയ്ത് നമസ്കാരത്തിലും അല്ലാതെയും ഒക്കെ സ്മരണയ്ക്ക് വേണ്ടി പാരായണം ചെയ്യുന്നവരായി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.